കോഴിക്കോട് താമരശ്ശേരിയിൽ ഫെയർവെൽ പാർട്ടിക്കിടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ 10ാം ക്ലാസ്സുകാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത്. വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റും പുറത്തായിരുന്നു. കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, പോലീസ് കേസെടുക്കില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ചേതൻ സാജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ചേതൻ, മൃതദേഹം എത്തിക്കുന്നതിന് മുമ്പായി താമരശ്ശേരി ചുങ്കം പാറോലക്കുന്നിലുള്ള തറവാട്ട് വീട്ടിൽ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെ? ആര്യ, ഈ താമരശ്ശേരി ചുങ്കം സ്വദേശിയും 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുമ്പിലാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് താമരശ്ശേരിയിലെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത്. ഈ കൊല്ലപ്പെട്ട ഷഹബാസിൻ്റെ ബന്ധുക്കളോടും അതോടൊപ്പം തന്നെ നാട്ടുകാരോടും വിവരങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്, അവ രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ പോലീസ്. ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നതിന് ശേഷമായിരിക്കും ഈ മുഹമ്മദ് ഷഹബാസിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക. അതായത് അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തൊട്ട് സമീപത്തുള്ള പള്ളിയിലെത്തി മൃതദേഹം കുളിപ്പിച്ചതിന് ശേഷമാണ് സ്വനാടായ താമരശ്ശേരി ചുങ്കത്തെ പാലോറ കുന്നിലെ തറവാട്ട് വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക. ഈ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം താമരശ്ശേരിയിലെ കെടവൂർ ജുമാ മസ്ജിദിൽ മൃതദേഹം സംസ്കരിക്കുന്നതായിരിക്കും. ഏതായാലും ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവരങ്ങൾ ബന്ധുക്കളോട് ചോദിച്ചറിയുന്ന രംഗമാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ സംഭവം നടക്കുന്നത് ഈ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച വൈകിട്ട് ഏകദേശം 5 മണിയോടുകൂടിയാണ് സംഭവിക്കുന്നത്. 2 സ്വകാര്യ ട്യൂഷൻ സെൻ്ററിലെ 2 സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷമാണ് മുഹമ്മദ് ഷഹബാസിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ വിഷയത്തിൻ്റെ ആദ്യമായി ആരംഭിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ഞായറാഴ്ച താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെൻ്ററിൽ ഫെയർവെൽ പാർട്ടി നടക്കുന്നുണ്ട്. അതായത് 10ാം ക്ലാസ്സിൻ്റെ കഴിയാറായി അവർക്ക് വേണ്ടിയിട്ടുള്ള സെൻഡ് ഓഫ് പാർട്ടി നടക്കുകയായിരുന്നു. ഈ സെൻഡ് ഓഫ് പാർട്ടി നടക്കുമ്പോൾ താമരശ്ശേരിയിലെ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ കപ്പിൾ ഡാൻസ് കളിച്ചു. ഈ കപ്പിൾ ഡാൻസ് കളിക്കുമ്പോൾ മൊബൈലിലാണ് ഈ പാട്ടുകൾ വെച്ചത്. ഈ മൊബൈലിലെ പാട്ടുകൾ നിന്നതോടുകൂടി എതിർഭാഗത്തെ, അതായത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ കൂകി വിളിച്ചു. ഇത് ഇവർക്ക് വലിയൊരു മാനക്കേടായി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അനുഭവപ്പെട്ടു. ഇത് ഉടൻ തന്നെ കയ്യാങ്കളിയിലേക്ക് എത്തിയെങ്കിലും സ്വകാര്യ ട്യൂഷൻ സെൻ്ററിലെ അധ്യാപകർ ചേർന്ന് രംഗം ശാന്തമാക്കുമായിരുന്നു. ഇതിൻ്റെ പിന്തുടർച്ച എന്തോണമാണ് ഈ സംഭവത്തിന് തിരിച്ചൊരു പ്രതികാരം ചെയ്യണം എന്ന ഇതൊരു വൈകാരിക വിഷയമായി ഇവർ ഏറ്റെടുക്കുകയായിരുന്നു. ഇതിന് ശേഷമാണ് ഈ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും എപ്പോൾ തിരിച്ചു തല്ലണം എന്ന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള വോയിസ് മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്യും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യാഴാഴ്ച വൈകിട്ട് ഈ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഈ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിക്കാൻ ചെന്നത്. 15ഓളം പേർ സംഘത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന പ്രാഥമിക വിവരം. ഈ 15ഓളം അക്രമ സംഘത്തിലെ ഈ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കാത്ത വിദ്യാർത്ഥികൾ വരെ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത്തരത്തിലൊരു വിദ്യാർത്ഥിയാണ് ഈ കൊല്ലപ്പെട്ട ഷഹബാസ്. ഈ ട്യൂഷൻ ക്ലാസ്സിലെ വിദ്യാർത്ഥി ആയിരുന്നില്ല. തങ്ങൾക്ക് നേരിട്ട ഈ അപമാനത്തിന് പ്രതികാരം ചെയ്യണം എന്ന് ചട്ടം കെട്ടിയാണ് ഈ മുഹമ്മദ് ഷഹബാസിനെ ഈ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത്. വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷഹബാസ് ഉമ്മയോട് പറഞ്ഞത്, ഞാൻ ഈ അങ്ങാടി വരെ പോയിട്ട് സുഹൃത്തുക്കളുമായി ഇപ്പം തിരിച്ചെത്താം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഈ ഷഹബാസ് അടങ്ങുന്ന സംഘം നേരെ ചെന്നത് ഈ സ്വകാര്യ ട്യൂഷൻ സെൻ്ററിലെ ഈ തൊട്ട് താഴെ ഉള്ള കടയിലാണ്. ഈ കടയിലാണ് ഇവർ ഈ ട്യൂഷൻ സെൻ്ററിലെ ക്ലാസ് കഴിഞ്ഞാൽ
ചായയും മറ്റ് പാനീയവും കുടിച്ച് സമയം ചെലവഴിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാണ് ഈ സമയത്ത് തന്നെ ഈ അക്രമ സംഘം ആയുധവുമായി, അതായത് ഇടിവളിയും നഞ്ചക്കുമായി ഇവരെ ആക്രമിക്കാൻ ചെല്ലുന്നത്. ശേഷം പെട്ടെന്ന് സംഘർഷം രൂപപ്പെടുകയായിരുന്നു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഘർഷം കടയിൽ നിന്നാണ് ആരംഭിച്ചെങ്കിലും അത് പുരോഗമിച്ച് റോഡ് സൈഡിലേക്ക് എത്തുകയായിരുന്നു. ശേഷം ഇവർ ഈ അക്രമ സംഘത്തിന് ശേഷം പിരിഞ്ഞുപോയി. പക്ഷേ നമ്മളിവിടെ കാണേണ്ടത് ഷഹബാസിന് പുറമേ നോക്കുമ്പോൾ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. അതായത് രക്തം വാർന്നൊഴുകുന്ന നിലയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഷഹബാസ് വീട്ടിലേക്ക് ചെന്നു ഉമ്മയോട് പറഞ്ഞത് എനിക്ക് കുറച്ച് വിശ്രമമാണ്, ഞാൻ ഒന്ന് ഉറങ്ങുകയാണ്, കുറച്ച് നേരം അങ്ങനെ പറഞ്ഞ് കിടന്ന ഷഹബാസാണ്. പിന്നീട് ഒരു 7 മണി 8 മണിയാകുമ്പം ഉമ്മ വന്ന് വിളിച്ചപ്പോൾ ഷഹബാസ് എണീക്കുന്നില്ല. അപ്പോൾ ഉമ്മ ആദ്യം വിചാരിച്ചത് വല്ല ലഹരി മരുന്ന് ഉപയോഗിച്ച് ആണോ തൻ്റെ മകൻ ഇങ്ങനെ കിടന്നത് എന്നാണ്. ഉടനെ തന്നെ വിളിച്ചു കൊണ്ടുപോയ സുഹൃത്തുക്കളെ വിളിക്കുകയായിരുന്നു. സുഹൃത്തുക്കൾ പറഞ്ഞു, ഇതാ ഇങ്ങനെ ട്യൂഷൻ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു അക്രമ സംഭവം ഉണ്ടായിട്ടുണ്ട്, അവന് മർദ്ദനമേറ്റിട്ടുണ്ട്, ചിലപ്പോൾ അതായിരിക്കാം. അങ്ങനെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരം മാതാപിതാക്കൾ അറിയുന്നത്. ഉടൻ തന്നെ ഷഹബാസിനെ തൊട്ട് സമീപത്തുള്ള താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമായിരുന്നു. താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റിയത്. ഈ കഴിഞ്ഞ ദിവസവും ഈ മുഹമ്മദ് ഷഹബാസിൻ്റെ പിതാവ് നമ്മളോട് സംസാരിച്ചിരുന്നു, കൈരളി ന്യൂസിനോട് സംസാരിച്ചിരുന്നു. മുഹമ്മദ് ഷഹബാസിൻ്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത് ഈ അക്രമ സംഘത്തിൽ പുറത്തു നിന്നവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിൽ ഈ കേസിൽ 5 പേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ 5 പേരും 18 വയസ്സിൽ താഴെയുള്ളവരാണ്. സ്വാഭാവികമായും അവരുടെ പേരുകളൊക്കെ വെളിപ്പെടുത്തുന്നതിൽ പരിരക്ഷ നിലവിലുണ്ട്. നിലവിൽ ഈ കേസിൽ ഈ 5 പേരെ, ഈ പ്രതി ചേർക്കപ്പെട്ട 5 പേരെ ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ ഹാജരാക്കും. ശേഷമാണ് മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുക. ആര്യ, തീർച്ചയായും ചേതൻ, ഫെയർവെൽ പാർട്ടിക്കിടെ ഉണ്ടായ ചെറിയൊരു തർക്കമാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തത്തിലേക്ക് എത്തിയത്. ഇതിൽ പ്രധാനമായും കാണേണ്ടത് ഈ കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥികൾ തന്നെ പോലീസിനോട് പറഞ്ഞത് ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് ഇത് എത്തിച്ചേരുമെന്ന് അവരും കരുതിയിരുന്നില്ല. നേരത്തെ ചേതൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പുറമേക്ക് ഷഹബാസിന് വലിയ പരിക്കുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതായത് അത്രയേറെ കരുതിക്കൂട്ടി, അത്രയേറെ സംഘം ചേർന്നുള്ള ഒരു ആക്രമണമായിരുന്നു. പുറമേക്ക് പരിക്കുകളൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ തന്ത്രപൂർവ്വമുള്ള ഒരു ആക്രമണമായിരുന്നു ഷഹബാസിന് നേരെ ഉണ്ടായിരുന്നത്. ഈ കസ്റ്റഡിയിലായ വിദ്യാർത്ഥികൾ കൂടാതെ ഇതിൽ മർദ്ദനത്തിൽ കൂടുതൽ പേർ പങ്കുണ്ടെന്ന പിതാവിന്റെ വാക്കുകളും സാധൂകരിക്കുന്നുണ്ട്. അതെല്ലാം സാധൂകരിക്കുന്ന ഇൻസ്റ്റഗ്രാം ചാറ്റുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതെ ആര്യ, അതായത് ഞായറാഴ്ച ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഫെയർവെൽ പാർട്ടിക്ക് ശേഷമാണ് ഇവർ ഈ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഈ സംഘർഷത്തിന് ആഹ്വാനത്തിനായി ഉപയോഗിച്ചത്. ഇതിൽ ഇവർ പ്രധാനമായും എടുത്തു പറയേണ്ടത് നമ്മുടെ സ്കൂളാണ് ഇതിൽ അപമാനിക്കപ്പെട്ടത്. ഇതിന് നമ്മൾ പ്രതികാരം ചെയ്യണം, നമ്മൾ ആണുങ്ങളാണ്, ആണുങ്ങളിങ്ങനെ തല്ല് മേടിച്ച് പോകേണ്ടവരല്ല, തല്ലിയാൽ തിരിച്ച് തല്ലണം. അങ്ങനെയാണ് ഈ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കാത്ത മറ്റ് വിദ്യാർത്ഥികളെയും ഇവർ ചട്ടം കെട്ടി ഇതിലേക്ക് വലിച്ചെഴുക്കുന്നത്. അതിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് ഇന്ന് പുലർച്ചെ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസ്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് വളരെ ഗൂഢാലോചന നടത്തി മാരക ആയുധങ്ങളുമായി ഏന്തിയാണ് ഇവർ ഈ ആക്രമണത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇൻക്വസ്റ്റും മറ്റു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ആര്യ, ഇപ്പോൾ നമ്മൾ കണ്ടത് താമരശ്ശേരി SHO മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം പറയുന്നു ഇൻക്വസ്റ്റ് നടപടിയൊക്കെ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കുക. ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുതരിക. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മുഹമ്മദ് ഷഹബാസിൻ്റെ അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ പ്രദേശവാസികളും ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഈ മൃതദേഹം സന്ദർശിക്കാൻ പോകുന്ന വിഷ്വലാണ്. ഇങ്ങോട്ടേക്ക് മറ്റുള്ള ആർക്കും പ്രവേശനമില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്ന ഭാഗമായാണ് ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ വിഷയത്തിൽ എടുത്തു കാണേണ്ടത് കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് ഗൂഢാലോചന നടത്തിയാണ് ഇവർ ഈ അക്രമത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് വേണം. അതായത് പെട്ടെന്നുള്ള ഒരു വൈകാരിക പ്രകടനമായിരുന്നില്ല. ബോധപൂർവം ആയുധങ്ങൾ, അതായത് ഇടിക്കട്ടയും അതുപോലെ തന്നെ നഞ്ചകവും ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുമായിരുന്നു. അതുമാത്രമല്ല വാഹനത്തിൻ്റെ കീ ഉപയോഗിച്ച് മുഖത്ത് കുത്തുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതായത് വളരെ കരുതിക്കൂട്ടിയാണ് ഇവർ ഈ അക്രമത്തിന് നേരിട്ട്
അക്രമം അഴിച്ചുവിട്ടത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ഈ ഈ അക്രമം കണ്ടുനിന്ന ഈ ദൃക്സാക്ഷികൾ, അതായത് കടക്കാരൊക്കെ പറഞ്ഞത് പെട്ടെന്നായിരുന്നു ഇവർ വന്ന് ആക്രമിച്ചത്, എന്താണ് ഞങ്ങൾക്ക് നടന്നത് എന്ന് പോലും അറിയില്ല. അതായത് ഒരു സംഭാഷണമോ കാര്യങ്ങളോ ഇല്ലാതെ പെട്ടെന്ന് ഒരു സംഘം അക്രമികൾ വന്ന് ഈ കടയിൽ ഈ ചായ കുടിച്ചെടുക്കുന്ന കുട്ടികളെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഈ ദൃക്സാക്ഷികൾ നൽകിയ മൊഴി. ഏതായാലും ഈ കേസിൽ 5ഓളം പേരെ പോലീസിനെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ വൈകാതെ തന്നെ ഇന്ന് ജെ കോടതിയിൽ, അതായത് ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ ഹാജരാക്കാം. ഒപ്പം തന്നെ ഇവരുടെ മാതാപിതാക്കളോടും ഈ കോടതിയിലെത്താൻ നിർദ്ദേശമുണ്ട്. അതൊരു പൊതു നിർദ്ദേശമാണ്. കാരണം ഈ പ്രതി ചേർക്കപ്പെട്ട ഈ കുട്ടികളുടെ അത് ഒറ്റയ്ക്ക് കോടതിയിൽ ഹാജരാക്കാനുള്ള നിയമപരിധിയുണ്ട്. അവരെ മാതാപിതാക്കളോട് കൂടിയായിരിക്കും അവരെ ഹാജരാക്കുക. അതൊരു പൊതു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ഇതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അതായത് ദുർഗുണ പരിപാലന പാഠശാലയിലേക്ക് അയക്കുന്ന നടപടികളിലേക്കൊക്കെ ഒരുപക്ഷെ കോടതി കടന്നേക്കുക. ആര്യ, തീർച്ചയായും ചേതൻ, നോക്കൂ, അതിസമർത്ഥമായിട്ടായിരുന്നു ഈ മർദ്ദനം. കാരണം പുറമേ മറ്റു പരിക്കുകളൊന്നും തന്നെ ഇല്ല. ഈ പിതാവിൻ്റെ വാക്കുകൾ തന്നെ ഉണ്ട്. നമുക്കും അത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം പുറത്തു നിന്നുള്ള ആളുകളുടെ ഒരു പിന്തുണ ഇവർക്ക് വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ടാകണം. ഈ കമന്റ് ബോക്സിലെ അവരുടെ പുറത്തു വന്ന ചാറ്റിലും അത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത്രയേറെ വൈരാഗ്യം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. വിദ്യാർത്ഥികളായിരിക്കെ തന്നെ അത്രയേറെ വൈരാഗ്യം സഹപാഠിയായ ഈ ഷഹബാസിനോട് ഉണ്ടായിരുന്നു. അതുകൂടി കരുതിക്കൂട്ടി തന്നെയുള്ള ഒരു മർദ്ദനമായിരുന്നു ഷഹബാസിന് നേരെ ഉണ്ടായത്. ആന്തരിക അവയവങ്ങളിൽ പോലും പരിക്കേറ്റ ഒരു സാഹചര്യമായിരുന്നു. ആര്യ, ഷഹബാസിനെതിരെ ഏകപക്ഷീയമായ ആക്രമണമല്ല ഉണ്ടായത്. അതായത് ഇതൊരു രണ്ട് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു. അതായത് ഒരു വിദ്യാർത്ഥികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഡാൻസ് കളിക്കുമ്പോൾ മൊബൈലിൽ പ്ലേ ചെയ്ത പാട്ട് ഓഫായിപ്പോയി. ഈ ഒരു നിസാര സംഭവത്തിൽ മറ്റ് വിദ്യാർത്ഥികൾ, താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ കൂക്കി വിളിക്കുകയായിരുന്നു. ഇത് ഇവർക്ക് വലിയൊരു കുറച്ചിലായി അനുഭവപ്പെട്ടു. ഇവർ ഒരു വലിയൊരു വൈകാരിക വിഷയമായിട്ടാണ് ഈ ഒരു ചെറിയ പ്രശ്നത്തെ കണ്ടത്. ഇതാണ് ഇത്ര വലിയ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ന് വേണം നമുക്ക് ചൂണ്ടിക്കാട്ടിക്കാൻ. ഇതിന് നമ്മൾ എടുത്തു പറയേണ്ടത് ഇവർ ഇത് പ്ലാൻ ചെയ്ത് നടപ്പാക്കി എന്നതാണ്. ഇത്രാം തീയതി ഇത്ര മണിക്ക് ചെന്ന് ഇവരെ ഈ സമയത്ത് ഇവിടെ ആക്രമിക്കാം എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കരുതിക്കൂട്ടിയാണ് ഇവരെ ആക്രമിച്ചത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിൻ്റെ മൃതദേഹമാണ്. അത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ഭാഗമായി മൃതദേഹം പരിശോധനയിലേക്ക് കടക്കും. അതിനു മുമ്പായി മൃതദേഹം റൂമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചേതൻ, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇൻക്വസ്റ്റ് നടപടികളുടെ ഭാഗമായി ഇൻക്വസ്റ്റ് നടപടികൾ ഇനി ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതായത് മൃതദേഹം പരിശോധിക്കുമ്പോൾ പുറമെ അത് ഒരു നടപടിക്രമമാണ്. മൃതദേഹത്തിൻ്റെ പുറത്ത് മറ്റു പരിക്കുകൾ വല്ലതുമുണ്ടോ അതൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി, രേഖപ്പെടുത്താൻ വേണ്ടി പോലീസിൻ്റെ സംവിധാനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞാൽ മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കൂ. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി മരണകാരണം. നമുക്ക് നേരത്തെ തന്നെ പുറത്തു വന്ന കാര്യമാണ്, തലക്കേറ്റ ആന്തരിക ക്ഷതമാണ് മരണകാരണം. പക്ഷേങ്കിൽ ഇത് പോസ്റ്റ്മോർട്ടത്തിലൂടെ ഔദ്യോഗികമായി ലഭിക്കേണ്ടതുണ്ട്. നടപടിക്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചാൽ പോസ്റ്റ്മോർട്ടം ആരംഭിക്കും. അതിനുശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനടക്കുക. അതിനുശേഷമാണ് തറവാട്ട് വളപ്പിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം സംസ്കരിക്കുക. എത്ര മണിയോടെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക? അതിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ടോ? ആര്യ, അതായത് കൃത്യമായ ഒരു സമയം ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. അത് കാരണം ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഏകദേശ സമയം മാത്രമേ പറയാൻ പറ്റൂ. 10 മണി, ഒരു 10:30 പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം നീളും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അതിനുശേഷം മൃതദേഹം മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി കുളിപ്പിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തൊട്ടടുത്തുള്ള ഒരു ജുമാ മസ്ജിദിൽ എത്തിക്കും. അതിനുശേഷം അവിടുത്തെ മതപരമായ ചടങ്ങുകളൊക്കെ നിർവഹിച്ച ശേഷമായിരിക്കും ഈ പാലോറക്കുന്നിലെ തറവാട്ട് വളപ്പിൽ
മൃതദേഹം എത്തിക്കുക. സ്വാഭാവികമായും 12 മണി 1 മണിയോടുകൂടി ഈ തറവാട്ട് വളപ്പിൽ മൃതദേഹം തറവാട്ട് വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിനായി എത്തിക്കും എന്ന് വേണം നമുക്ക് കണക്ക് കൂട്ടാൻ. അതിനുശേഷം മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും മൃതദേഹം കടവത്തൂർ ജുമാ മസ്ജിദിൽ സംസ്കരിക്കുക. അപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് കൃത്യമായി ഇത്ര സമയത്ത് ഇത്ര മണിക്ക് മൃതദേഹം സംസ്കരിക്കും എന്ന് പറയുന്ന നമുക്കൊരു സമയപരിമിതിയുണ്ട്. കാരണം അതിനൊക്കെ മുമ്പായി ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നുണ്ട്. ശേഷം പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിക്കുന്നുണ്ട്. ഇതിന് ശേഷമായിരിക്കും മൃതദേഹം സംസ്കരിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ മറ്റു മതപരമായ ചടങ്ങുകളിലേക്കൊക്കെ കടക്കുക. ശരി ചേതൻ.